ഗൈസ് ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചു. യുകെയിൽ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ഇയേഴ്സായി ഞാൻ ഒരു തരത്തിലുള്ള ട്രിപ്പ് അടിച്ചിട്ടില്ല, നാട്ടിലേക്കും പോയിട്ടില്ല. ബട്ട് നൗ ഐ വോണ്ട് ടു ഗോ സംവെയർ. അപ്പോൾ ഞാനാണെങ്കിൽ ഫുള്ളി ടൈറ്റ്, കഴിഞ്ഞ ആഴ്ച തൊട്ട് ഫുള്ളി വർക്കായിട്ട് ഞാൻ ഓടി നടക്കുമായിരുന്നു. ഇപ്പം 8:30 ആയപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ട്രസ്റ്റ് മീ ഗൈസ്, ഞാൻ കാര്യമായിട്ടാണ് പറയണത്, ഞാൻ ഒന്നും തന്നെ റെഡിയല്ല. എന്ത് ഡ്രസ്സ് ഇടും, എന്ത് ജ്വല്ലറി എടുക്കും, എന്തൊക്കെ കൊണ്ടുപോകണം, അങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ എൻ്റെ പാസ്പോർട്ടും BRP വിസ ആക്കണം ഇവിടെ യുകെയിൽ December 31 മുന്നേ. അപ്പോൾ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളിത് ആക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ അതുപോലും ചെയ്തിട്ടില്ല. ഞാൻ ഭയങ്കര ലേറ്റാണ്. 8:30, ഞാൻ 2 മണിയാകുമ്പോൾ ഞാൻ എയർപോർട്ടിൽ എത്തണം. എനിക്ക് ഷവർ ചെയ്യണം, എനിക്ക് ഡ്രസ്സ് എടുക്കണം. ഞാൻ ആകെ വിഷമത്തിലാണ്. ഇതെൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. അതും എനിക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പോകാൻ പോകുന്നത്. അല്ല, ഒരാളുണ്ട്, അയാളെ എനിക്കറിയാം. അത് നിങ്ങൾക്കും ഞാൻ പിന്നീട് കാണിച്ചു തരാം, എത്തുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഷട്ടപ്പടിയിൽ പോയി ഞാനിതെല്ലാം തയ്യാറാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഗൈസ്, നമ്മുടെ ട്രാവൽ പാർട്ട്ണർ എന്ന് പറയുന്നത് DJI ആണ് കേട്ടോ. ഈ പ്രാവശ്യത്തെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇതില്ലേ നിങ്ങൾ ഈ കാണുന്നത്, ഇത് DJIൻ്റെ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ അല്ല കേട്ടോ, അതാ കളർ ഡിഫറൻസ് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ തള്ളരുത് മക്കളെ, തള്ളരുത്, ഓക്കെ. അത് നമ്മുടെ ഈ ഗിംബലിന് ഇപ്പം മൂടും തലയില്ലാതിരിക്കുന്നുണ്ടോ, ഇതിൻ്റെ സാധനമായിരുന്നു അതിൻ്റെ സാധനമായിരുന്നു ഇത്. അപ്പം അതുകൊണ്ടാണ് ഇത് രണ്ടും DJIയുടെ തന്നെ സാധനങ്ങളാണെങ്കിലും ട്രൈപോഡ് ഇല്ലാതെ നമുക്ക് നടക്കൂലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലൈഫിൽ എത്ര പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചാലും അത് നടക്കാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ലാതെ എന്തൊക്കെയോ വലിച്ചു വാരി കെട്ടിക്കൊണ്ട് ഈ ഒരു ട്രിപ്പിലേക്ക് വരികയാണ്. ആദ്യം തന്നെ ബാഗിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യണം. വീട്ടിൽ വെച്ച് അതുപോലും ചെയ്യാൻ ഉള്ള ടൈം എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കറൻസിയൊക്കെ മാറി യൂറോയും ദിനാറും ഒക്കെ ആക്കി മാറ്റിയിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്, ചെക്ക് ഇൻ ചെയ്ത് പോവുകയാണ്. 2:30 മണിയായപ്പോൾ ഞാൻ എയർപോർട്ടിലേക്ക് എത്തി, ഓടിപ്പടിച്ച് ചെക്കിനൊക്കെ ചെയ്തെങ്കിലും എൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 5:30 മണി കഴിഞ്ഞിട്ടാണ്. കണ്ട് പേടിക്കരുത് ഗൈസ്, ഞാനിവിടെ വന്നു, ചെക്ക് ഇൻ ചെയ്തു, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഫ്രീയിലൊക്കെ കയറി നിറങ്ങാം, പക്ഷേ അതിനോട് എനിക്കങ്ങോട്ടൊരു ഇത് തോന്നില്ല. ഞാൻ ഡിസൈഡ് ചെയ്തു ഇങ്ങനത്തെ ഡ്യൂട്ടി ഫ്രീയിലൊന്നും കയറി ഞാൻ എന്നെ ഡിസ്ട്രാക്ട് ചെയ്യൂലെന്ന്. പിന്നെ കുറച്ച് നടന്നപ്പോൾ എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, ബർഗർ കിങ്ങേ കയറി എനിക്ക് വേണ്ട ഒരു ബർഗറൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം ഞാൻ അത് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയും കുറച്ച് സമയം കൂടെ ഉണ്ട്. എനിക്ക് ഫുഡ് കഴിക്കുമ്പം ആരെങ്കിലും ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ച് കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ തോന്നും കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ പെട്ടു. ഇന്ന് നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ആരെയും വിളിക്കാനും പറ്റിയില്ല. ഞാൻ ആകെ ബോറടിച്ചിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ റയാൻ നായരെത്തി. സോറി, ഇറ്റ്സ് റയാൻ എയർവേയ്സിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ എനിക്ക് ഫ്ലൈറ്റ്സ് എനിക്ക് ഒട്ടും തീരെ ഇഷ്ടമല്ല. ആൻഡ് ഞങ്ങൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഏതാ ഡെസ്റ്റിനേഷൻ എന്ന് പറയട്ടെ? സോ വെൽക്കം ടു മൊറോക്കോ. അപ്പോൾ ഞാനിന്ന് എത്തിയിരിക്കുന്നത് മൊറോക്കോയിലാണ്. ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ആ ഒരു ഫ്രണ്ട് കൂട്ടുകാരി, അത് നീരജ അമ്മൂസാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു ട്രാവലിൽ നീരജ അമ്മൂസ് മാത്രമല്ല, ഒരു സർപ്രൈസ് ഗസ്റ്റിങ്ങിനെ ഉണ്ടായിരുന്നു. അതാരാന്ന് പറയട്ടെ, ഗസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നേരെ നോക്കിക്കോ, അത് നമ്മുടെ അസ്ലാം ആളിയാണ് കേട്ടോ. അങ്ങനെ അസ്ലാം ആളിയും നീരജ അമ്മൂസും തന്നെയും കൂടെ കൂടിയിട്ടുള്ള ഒരു ട്രിപ്പാണ് മൊറോക്കോയിൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എൻജോയ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മൊറോക്കൻ ഡേയ്സ് ഞാൻ അടിച്ചു വിളിക്കുന്ന ഈ ഒരു ടീമിൻ്റെ ഒപ്പമാണ് കേട്ടോ. എല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ്. ഈ ഒരു ട്രിപ്പോട് കൂടി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആവും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ ഒരു ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്കി തന്നാലേ പറ്റുള്ളൂ. അതെ, ഈ സിം ആക്ടിവേറ്റ് ചെയ്തതാണ് കേട്ടോ. കാര്യമൊന്നുമില്ല ഗൈസ്, 2 GB മാത്രമേ ഉള്ളൂ 15 ദിവസത്തേക്ക്. പക്ഷെ നമ്മൾ 15 ദിവസം നിൽക്കുന്നില്ല, ജസ്റ്റ് ഞങ്ങൾ ഒരു 4 days തികയത്തില്ല. ബിക്കോസ് വീഡിയോ പോലും അപ്പാക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. ജസ്റ്റ് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാനുള്ളതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെ പോകണം.
അങ്ങനെ രണ്ട് വലിയ ക്രിയേറ്റേഴ്സിൻ്റെ നടുവിലൂടെ ഞാൻ ഈ കുഞ്ഞു ക്രിയേറ്റർ മൊറോക്ക കാണാൻ തിരിച്ചിരിക്കുകയാണ് ഗൈസ്. ഇറങ്ങിയപ്പോൾ തന്നെ എയർപോർട്ട് കണ്ട് അത്ഭുതം പ്രകടിപ്പിക്കുന്നതാണ്, അല്ലാതെ ഒന്നുമല്ല കേട്ടോ. ഈ സിം എടുക്കാൻ നോക്കിയിട്ട്, ഈ സിം അല്ല ഫിസിക്കൽ സിം എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് നടന്നില്ല, എൻ്റെ ഫോണിൽ സപ്പോർട്ട് ആവുന്നില്ല. സോ ഞാൻ ആ ഒരു പ്ലാന് ഞങ്ങൾ മതിയാക്കിയിട്ട് ഞങ്ങളെ പണി നോക്കി പോവാണ്. പക്ഷെ നീരജ് ഭാഗ്യവതിയാണ്, അവൾക്ക് കിട്ടി. അങ്ങനെ അവൾക്ക് 20 GB ഉണ്ട്, എൻ്റെ വെറും 2 GB കൊണ്ട് ഞാൻ 3 ദിവസം ഓർഡർ എന്നുള്ളതാണ്. ഹോപ്പ്ഫുള്ളി നമ്മൾ പോകുന്ന കേട്ടോ, ഹോപ്പ്ഫുള്ളി ഞാൻ പോകുന്ന ഹോട്ടലിലൊക്കെ ഉണ്ടെന്ന് തോന്നാം. ഇവിടെ വ്ളോഗേഴ്സിനെ കൊണ്ട് അടിയായിട്ട് ഇവിടെ പറയുന്നൊന്നും കേൾക്കാനൊന്നും പറ്റൂലല്ലോ. ഭയങ്കര ചൂടാണ്. നിങ്ങൾക്ക് എൻ്റെ സൺഗ്ലാസ് ആയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നല്ല വെയിലും നല്ല ചൂടും. ഇത് പെട്ടെന്ന് എനിക്ക് ഊരി കളഞ്ഞില്ലെങ്കിൽ ഞാൻ ആകെ പെട്ടുപോകും. 3 ആകുമ്പോഴത്തേനും എല്ലാം പൊയ്ക്കോളും. അയ്യോ, സൺസ്ക്രീൻ ഇല്ലാണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ ഇത്രയും വെളുത്തിരിക്കുന്നത്? അല്ല, ഇവിടുത്തെ ആൾക്കാർ ലോക്കൽസ്. സോ നമ്മുടെ ടൂർ ഗൈഡ് എത്തിയിട്ടുണ്ട്. ഈ ഒരു വാനിലാണ് നമ്മുടെ 3 ദിവസം നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഞങ്ങളെ സ്വീകരിച്ചത് മൊറോക്കൻ സ്വീറ്റ്സ് ഒക്കെ ആയിട്ടാണ് കേട്ടോ. അത് ഭയങ്കര നല്ലൊരു ജസ്റ്ററായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടിപൊളി ആർക്കിടെക്ചറൊക്കെ അല്ലേ, നല്ല നീറ്റ് പ്ലേസാണ്, നല്ല ആർക്കിടെക്ചറാണ്, നല്ല ക്ലൈമറ്റാണ്. ഇടയ്ക്ക് തണുപ്പും ചൂടും മാറി മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ചൂടാണെങ്കിൽ നല്ല ചൂടാണെന്നാണ് കേട്ടത്. അപ്പോൾ എങ്ങനെയുണ്ട്, ഒരു ഗൾഫൊക്കെ പോലെ തോന്നുന്നില്ലേ? തോന്നും. അതിന് കാരണമുണ്ട്, ഇവിടെ ഡെസേർട്ട് ഉണ്ടെന്ന് ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഗൈസ് അറിയുന്നത്. പിന്നെ ഒത്തിരി ട്രാവൽ ചെയ്തതിന് ശേഷം ഞങ്ങളൊരു സ്ഥലത്ത് ഇറങ്ങി ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഇവിടെ ഒത്തിരി ഷോപ്സൊന്നും ഇല്ല കേട്ടോ. ഒത്തിരി ട്രാവൽ ചെയ്ത് ഒരു നമ്മുടെ നാട്ടിലെ പോലെ ഒരു വില്ലേജ് ഏരിയ എടുത്തുമ്പോൾ വലിയ ടൗൺസോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ഒരു 2-3 റെസ്റ്റോറൻറ്റ്സും കടകളും ഒക്കെ ഉള്ളൂ. അത് വളരെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഉള്ളിലേക്ക് കയറിയപ്പോൾ എനിക്ക് അവിടുത്തെ ആ ഒരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ ചെയേഴ്സും അവിടുത്തെ ഒരു ഇൻറ്റീരിയറും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞങ്ങൾ 3 പേരും കൂടെ ഒരു കോർണറിൽ സീറ്റ് പിടിച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെനു ഒക്കെ എടുത്തു. അപ്പം എന്താണ് എന്നൊരു ഐഡിയ ഇല്ലാതെ ഓർഡറൊക്കെ കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ ഒരു ഉപ്പുമാവ് പോലത്തെ സാധനമാണ്. നമ്മുടെ ബീഫാണ് പറഞ്ഞത്, ഞങ്ങളിത് വെജിറ്റബിൾസ്, പിന്നെ ചിക്കൻ ഷിക്കോൺ. എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഹലോ, ലാം ചോപ്സ് വിത്ത് റൈസ് ആൻഡ് ഫ്രൈസ്. പിന്നെ ഇത് കസ്കൂസ് ലാം, നമ്മുടെ എന്താ ബിരിയാണി എന്റെ വീഡിയോ എന്ത് കഴിച്ചാലും ആടിന്റെ ഫ്ലേവർ, മീറ്റ്, ഇത് ഫാറ്റിന്റെ ടേസ്റ്റ്. കൊള്ളാം. സ്പൂണൊക്കെ വെച്ച് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവള് സ്പൂണിലിട്ട് കഴിക്കും. UK മാറി നിന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് വരുന്ന കോൾസൊക്കെ ഞാനിങ്ങനെ അറ്റൻഡ് ചെയ്ത് വിടുമായിരുന്നു. പിന്നെ എനിക്കൊരു തുര ഉണ്ടായിരുന്നു കോൾസൊക്കെ ചെയ്യാനും. പിന്നെ വിചാരിച്ച് എന്തിനാണ് ഈ ട്രിപ്പിൻ്റെ ഇടയിലും തലവേദന എടുത്ത് വയ്ക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ എന്നെ കൺട്രോൾ ചെയ്തു കേട്ടോ. നമുക്ക് പറ്റുന്ന കുറച്ച് അബദ്ധങ്ങളുണ്ട്. എന്താണെന്ന് പറയട്ടെ, നമ്മൾ ഈസി ആയിട്ട് പലതിലും അഡിക്റ്റ് ആയിപ്പോവും. ആ ഒരു അഡിക്ഷനിൽ നിന്ന് വിട്ടുവരാമെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ നമ്മളൊന്ന് വിചാരിച്ചാൽ ആ ഒരു അഡിക്ഷനൊക്കെ മാറ്റി നമ്മളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പഠിപ്പിച്ചത് ഈ ഒരു ട്രിപ്പാണ് കേട്ടോ. നിങ്ങൾ ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസം മാത്രമാണ് കാണുന്നത്. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഒരു ലോക്കൽ മാർക്കറ്റിൽ കയറിയിട്ട്
രാത്രി വേണ്ട കുറച്ച് കാര്യങ്ങൾ മേടിക്കാൻ വന്നതാണ്. പിന്നെ ആ ഒരു മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തു എന്തൊക്കെ കിട്ടുമെന്ന്. ഇവിടെ ആൾക്കാർ ഉപ്പിലിട്ട ഒലീവ്സും ചില്ലീസൊക്കെ ഒത്തിരി കഴിക്കും. അതൊത്തിരി ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് മേടിക്കാമായിരുന്നു. ഞാൻ മേടിച്ചിരുന്നില്ല. ആ സന്തോഷം കണ്ടോ മുഖത്തെ? ഏതെടുക്കും? ഓക്കെ, എടുത്തോ. സൂപ്പർ സ്ട്രോങ് ആണ്. എടുത്തോ. മൊറോക്കൻ ഹോം ടൂർ തന്നില്ല എന്ന് പറയണ്ട. ഹോം ടൂർ അല്ല, നമ്മൾ റൂം ടൂറാണ്. നമ്മൾ ഇത് ഇങ്ങനെ ഓപ്പണാക്കി വരുമ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. Hello. It's good. Yeah, it's good. Good. I will give you password the Wi-Fi. You have it. Yeah, we have it. You have it? Yeah. Okay. Thank you. എടാ അടിച്ചു നോക്കിയോ? And we get a mirror here. And ഇത് ഭയങ്കര ഒരു പണ്ടത്തെ ഇതാ. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ വലിയൊരു റൂമാണ് തന്നേക്കണേ. ഇവിടെ ഇങ്ങനെ ഒരു സോഫ പോലെ ഉണ്ട്. ഇവിടെ ഡൈനിങ് ടേബിൾ ഉണ്ട്. എന്ത് കാര്യത്തിനാണെന്നറിയത്തില്ല. ഇവിടെ ഇങ്ങനെ ഒരു ബെഡ് തന്നു. ഞങ്ങൾ ആക്ച്വലി കപ്പിളായിട്ട് ഞങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനെ റൂം ബുക്ക് ചെയ്തതാണ്. പക്ഷെ 5 പേർക്കും കൂടെ ഒരു റൂം അവരങ്ങോട്ട് തന്നു വിത്ത് സെപ്പറേറ്റ് എൻജോയ് ചെയ്യാൻ. ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകുമ്പോൾ എൻ്റെ ഇവിടെ 2 റൂം. ചാർജ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇതാണ് റൂം. നിങ്ങൾ കണ്ടിന്യൂ. പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിന്നറും ഈ ഒരു റിസോർട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന് എനിക്ക് ഇവിടുത്തെ ആ ഒരു ഇൻറ്റീരിയറൊക്കെ വീണ്ടും ഇഷ്ടപ്പെട്ടു. ആ ഒരു ട്രഡീഷണൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഒത്തിരി ആൻറ്റീക് പീസുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡൈനിങ് റൂമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമ്മൾ വന്നിട്ടുള്ള ഫസ്റ്റ് സ്റ്റേ ആണ്. അപ്പോൾ ഇതല്ലാണ്ട് വേറെ എങ്ങനെയാണ് സ്റ്റേ ഇവിടെ ഉള്ളത്, അതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നിന്നപ്പോൾ തന്നെ ഫസ്റ്റത്തെ സാധനം വന്നു മഷ്റൂമാണ്. അത് കഴിച്ചപ്പോൾ വളരെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മനസ്സിലായി നമ്മൾ ഈ ട്രിപ്പ് ഫുള്ള് ഞാൻ തിന്ന് ജീവിക്കേണ്ടി വരും 4 ദിവസം എല്ലായിടത്തും. ഇത് അവരുടെ ദേശീയ ആഹാരമാണ്. നമ്മൾ കണ്ടില്ലേ, നേരത്തെ കണ്ടില്ലേ. ഞാൻ ഇതിലോട്ട് ഒഴിക്കാം കേട്ടോ. ഓർഗനോയിൽ ഉണ്ട്. അല്ല അർഗനോയില. അത് അർഗനോയില. ഇത് അർഗന ഓയിലാണ്. നല്ല വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കഴിച്ച് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇതിൻ്റെ വരവ്. എന്താണെന്ന് അറിയണ്ടേ? പൊറിച്ച് കഞ്ഞിയല്ല, പൊറിച്ച്. അയ്യോ ഒന്നും പറയണ്ട. അടിപൊളിയാണ്. അതെ, ഒരു ട്രഡീഷണൽ ആണ് നമ്മൾ കഴിക്കുന്നത്. ഇവിടുത്തെ ട്രഡീഷണൽ ഇതല്ലേ. അത് കഴിഞ്ഞിട്ട് നല്ല സ്റ്റഫിങ് വെച്ചിട്ടുള്ളൊരു റൊട്ടി വന്നു. അതിൽ ചിക്കൻ ആയിരുന്നു. ലേറ്റർ ഈ ഒരു ചീസ് ആൻഡ് സാലഡ് ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ചീസ് ആൻഡ് സാലഡ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാനത് നന്നായിട്ട് ആസ്വദിച്ച് തന്നെ കഴിച്ചു എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ ഒറ്റ കയ്യിൽ നിൽക്കുന്നുണ്ട്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വേണം. കാര്യം പറയാനുണ്ട്. നമ്മുടെ നാട്ടിലെ സ്കീം പ്രൊഫഷണൽ വിസയിൽ വന്ന ഒരേ ഒരു വ്യക്തി ഞാൻ പ്രൊഫഷണൽ സ്കീം വിസ ഇല്ലേ, എന്നിട്ട് മോദി വന്നിട്ട് 2,000 ആൾക്കാര്. അവിടെ എങ്ങനെയുണ്ട്? പക്ഷെ മുട്ടയുടെ ടേസ്റ്റ് ആണ്.
അങ്ങനെ ഡെസേർട്ടും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നിട്ടൊന്ന് റൂമിൽ പോയി ഒന്ന് സെറ്റ് ആവാൻ പിന്നെ പക്കലാം. ഓക്കെ, നീരജ വന്നോളൂ. ബൈ, താങ്ക് യു. ഞങ്ങൾ ബൈ പറഞ്ഞ് പോയതാണ്. പക്ഷേ ടീ ഉണ്ട് ഗൈസ്, ടീ. അപ്പൊ ആ ടീയും കൂടെ കഴിച്ചിട്ട് we will go, okay? അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ പൂളിൻ്റെ സൈഡിൽ പോയി ചെറിയൊരു പാർട്ടിയും കൂടെ കൂടിയിട്ടാണ് കിടന്നത് കേട്ടോ. പിന്നെ ഉള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ കഴിയുന്നില്ല. ടു ബി കണ്ടിന്യൂഡ്.